ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ഒരു ഏരിയയാണ് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കിട്ടിക്കുന്ന ട്രാൻസാക്ഷൻസ് അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ നമുക്കത് തിരിച്ചറിയാൻ പറ്റണം അല്ലേ. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ക്യാഷിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം. നമ്മൾ ക്യാഷ് ഇല്ലാത്ത ട്രാൻസാക്ഷൻസാണ് നമ്മുടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. അതായിരുന്നു ക്വസ്റ്റ്യനിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ഏതാണ്, അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 400. അപ്പോൾ നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ 4 ക്യാഷ് എന്നുണ്ട്, ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ടു അനിൽ റുപ്പീസ് 200. അതായത് അനിലിന് നമ്മൾ 200 രൂപയുടെ ഗുഡ്സ് ക്യാഷായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതും എന്ത് ട്രാൻസാക്ഷനാണ്, ക്യാഷ് ട്രാൻസാക്ഷനാണ്. നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ക്യാഷ് ഉണ്ടെങ്കിൽ, ക്യാഷിന് ടേം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഒരാളുടെ പേരല്ലെങ്കിലും ഒരു കസ്റ്റമറിൻ്റെ പേര് അവിടെ പറഞ്ഞാലും ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ഈ ട്രാൻസാക്ഷൻ എന്താണെന്നാണ്, അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഇവിടെ ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ആളുടെ പേരുണ്ട്, ക്യാഷ് ഉണ്ടെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് ഇത്രയും നമുക്ക് തേർഡ് പറയുന്നത് എങ്ങനെയാണ്, സോൾഡ് ഗുഡ്സ് റുപ്പീസ് 2000. ഇത്രയും പറയുന്നുള്ളൂ. അതായത് 2000 രൂപയുടെ ഗുഡ്സ് നമ്മൾ വിറ്റിട്ടുണ്ട് അല്ലെങ്കിൽ സെയിൽ നടത്തിയിട്ടുണ്ട്. അത് ക്യാഷ് ആണെന്നോ ക്രെഡിറ്റ് ആണെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നത്തിങ് സ്പെസിഫൈഡ്, ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ സെയിൽ നടത്തിയാൽ എന്തായിരിക്കും, നമുക്ക് പൈസ കിട്ടും. അപ്പോൾ ഇതും എന്ത് ട്രാൻസാക്ഷനാണ്, ഇസ് ഓൾസോ എ ക്യാഷ് ട്രാൻസാക്ഷൻ. ദെൻ ഫോർത്ത് ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു അനിൽ റുപ്പീസ് 3000. അപ്പോൾ ശ്രദ്ധിക്കുക, സോൾഡ് ഗുഡ്സ് ടു അനിൽ റുപ്പീസ് 3000 എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ 4 ക്യാഷ് എന്ന് പറയുന്നില്ല, ഇവിടെ അനിലിനാണ് ഇമ്പോർട്ടൻസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അനിലിനെ ഈ 3000 ഗുഡ്സ് കടമായിട്ട് നമ്മൾ വിറ്റിട്ടുണ്ട്. അനിൽ നാളെ നമുക്ക് ഈ പൈസ തരും. അപ്പോൾ അനിൽ ബിസിനസ്സിൻ്റെ ഡെറ്ററാണ്. മനസ്സിലായോ കുട്ടികൾക്ക്? അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ആദ്യത്തെ എല്ലാവർക്കും അറിയാം, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ടു അനിൽ എന്ന് പറഞ്ഞാൽ 200 രൂപ എന്ന് പറയുമ്പോഴും അവിടെ അനിലുണ്ട്, ക്യാഷും ഉണ്ട്. അപ്പോൾ ക്യാഷാണ് ഇമ്പോർട്ടൻസ്, മനസ്സിലാക്കേണ്ടത് അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഈ തേർഡ് ക്വസ്റ്റ്യനിൽ സോൾഡ് ഗുഡ്സ് റുപ്പീസ് 2000, നത്തിങ് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞത് മനസ്സിലാക്കി വെക്കണം, അതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്. ദെൻ ഫോർത്ത് വൺ സോൾഡ് ഗുഡ്സ് ടു അനിൽ റുപ്പീസ് 3000. 3000 ഗുഡ്സ് അനിൽ വിറ്റിട്ടുണ്ട്, അവിടെ 4 ക്യാഷ് എന്നില്ല. ദാറ്റ് മീൻസ് ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്, അനിൽ ബിസിനസ്സിൻ്റെ ഡെറ്ററാണ്. കുട്ടികൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു, ശ്രദ്ധിക്കുക. അപ്പോൾ സോൾഡ് ഗുഡ്സ് അനിൽ മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ ക്യാഷ് ട്രാൻസാക്ഷൻ. സോ അനിൽ ഇവിടെ ഡെറ്ററായിട്ട് വരും.